അവർ ഷൂട്ടിംഗ് പാർട്ടിയല്ല സാർ, അവർ ബാംഗ്ലൂരിൽ അടിച്ച് സ്ഥലം വിട്ടു. പുറത്തായ പ്രശ്നം നടക്കുക. തുണിയില്ല, തുണിയില്ല സാറിന്, തുണിയില്ല. അണ്ടർവെയർ കൊണ്ട് മുഖം മറക്ക, അതിന്റെ ആളറിയും. താൻ എന്തൊരു വെട്ടിത്തരാണോടോ കാണിച്ചത്? സസ്പെൻഷൻ ഓർഡർ അടിച്ചു കഴിഞ്ഞു. എന്ത് ഇമേജ് ആയിരുന്നു തനിക്ക്? അതെല്ലാം കളഞ്ഞു കുളിച്ചില്ലേ? എന്താണെന്ന് അറിയില്ല, ഞാൻ ചെയ്യുന്നതെല്ലാം അബദ്ധമായി പോകുന്നു സാർ. ആദ്യം തന്നെ സിനിമാ പ്രാന്തം നിർത്ത്. ഉത്തരവാദിത്തമുള്ള പോസ്റ്റിൽ ഇരിക്കുന്ന ഒരാൾക്ക് ചേർന്ന പണിയാണോ ഇത്? ആ, ചായ കുടിക്ക. കുടിക്കടോ. ഓപ്പറേഷൻ എത്ര മണിക്കാ? 8 മണിക്ക്. ഏകദേശം എത്ര മണിക്ക് ഡോക്ടർ ലക്ഷ്മി തിയേറ്റർ വിട്ടിറങ്ങും? 1 മണിക്കൂർ. മൈനർ ഓപ്പറേഷൻ അല്ലേ? ഉടനെ നീ എന്നെ വിവരം അറിയിക്കണം. പേഷ്യന്റിനെ തിയേറ്ററിൽ നിന്ന് IC യൂണിറ്റിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പേ IV മോഫിൻ ഇഞ്ചക്ട് ചെയ്തിരിക്കണം. പേഷ്യന്റ് മരിച്ചുപോലെ? മരിക്കാനാണല്ലോ ചെയ്യുന്നത്. പഴി ലക്ഷ്മിയുടെ തലയിൽ വരും. ലക്ഷ്മിക്ക് പിന്നെ ഉടനെ സർജറി ചെയ്യാൻ പറ്റില്ല. കാഷ്വാലിറ്റി എന്റെ കൺട്രോളിൽ വരും. പിന്നെ നമ്മുടെ എല്ലാ കാര്യങ്ങളും കിട്ടിയില്ല കേട്ടോ. ഡോക്ടർ വില്യംസ് ആരെ കൊല്ലാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നത് കേട്ടു. ആകെ പ്രശ്നമാണ്. ഡോക്ടറെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. വീട്ടിലില്ലെന്ന് തോന്നുന്നു. മഹാദേവൻ സാറിന് എങ്ങനെയെങ്കിലും വിവരം അറിയിക്കണം. എനിക്ക് ട്രെയിനിന് സമയമായി, ഞാൻ പോട്ടെ. ഡോക്ടർ ഓപ്പറേഷൻ കഴിഞ്ഞ വീട്ടിലേക്ക് പോയി. റാണി നഴ്സ് സെക്കൻഡ് ഫ്ലോറിലുണ്ടാവും. ഞാനൊന്നും ചെയ്തില്ല. ഡോക്ടർ, ഡോക്ടർ, അവിടെ ആകെ ബഹളമാണ്. സിസ്റ്റർ റാണി അയാൾ കയറി പിടിച്ചു. ഡോക്ടർ ലക്ഷ്മിയുടെ ഭർത്താവ്. മഹാദേവൻ സാറോ? നാണക്കേടായല്ലോ. സാറിന് വേഗം വാ. എന്താ എന്താ പ്രശ്നം? എന്താ? ഈ ഓപ്പറേഷൻ ചെയ്ത് നടക്കുന്ന രോഗിയെ കൊല്ലാൻ പോകുന്നത് ഞാൻ കയറി പിടിച്ചതാണ്. ഇങ്ങനെ എന്തൊക്കെയാ പറയുന്നത്? അതെങ്ങനെയാ മിസ്റ്റർ? ഉറങ്ങിക്കിടന്ന ഡോക്ടർ ഞാനിപ്പോ വിളിച്ചോണ്ട് വന്നേ. പാവം ലക്ഷ്മി ഡോക്ടറാണെന്ന് കരുതി പിടിച്ച റാണി ആയിപ്പോയി. ഇത് നിങ്ങളുടെ വൈഫിന്റെ ഹോസ്പിറ്റലല്ലേ? കുറച്ചുകൂടി മാന്യമായി പെരുമാറാമായി. നിങ്ങൾ കാര്യം പറയാൻ സംസാരിക്കുന്നത്. ഓ, കോപത്തിനൊരു കുറവില്ല. പോലീസുകാർക്ക് എന്തും ചെയ്യാലോ. നീ കൊല്ലാൻ ശ്രമിച്ചത് തലക്ക് പറ്റാതെ ഇയാൾ വർത്താനൊന്നും പറയണ്ട. കുറച്ചു നേരത്തെ റാണി എന്തിയെന്ന് ഇയാൾ എന്നോട് തിരക്കിയത്. ഇതിനു മുൻപ് ഇയാൾ എന്നോട് പല വൃത്തിയോടും പറഞ്ഞിട്ടുണ്ട്. ഇവള് ശരിയല്ല. ഞാൻ പറയുന്നത് നിങ്ങൾ എനിക്ക് വർത്താനൊന്നും പറയണ്ട. കാര്യം ഞങ്ങൾക്ക് പിടിയിട്ടി. എന്നെ കൊണ്ട് സംസാരിപ്പിക്കും. ഞാൻ എന്താ പറഞ്ഞത് നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ നിങ്ങൾ എന്നെ ലക്ഷ്മി. ഡോക്ടർ, ഭർത്താവ് വിളിച്ചോട് പോവാൻ നോക്ക്. ഇത് വളരെ ചീപ്പായി പോയി. വാടി. നിൽക്കണവിടെ.
ഇനി ഒരടി മുമ്പോട്ട് വെച്ചാൽ നിന്റെ കാല് ഞാൻ വെട്ടും. സംസ്കാരം കെട്ട തെണ്ടി. അച്ഛൻ ഞാൻ എന്തിപ്പോള് നീ നിരപരാധിയാണ്, നീ പരിശുദ്ധനാണ് എന്നൊക്കെയല്ലേ പറയാൻ പോകുന്നത്? വേണ്ട, നന്ദി കെട്ടവനെ. എന്റെ ഹോസ്പിറ്റലിനെ നീ അപമാനിച്ചു, അത് ഞാൻ ക്ഷമിച്ചു. തുണിയില്ലാതെ പബ്ലിക്കിലോട്ട് നീ നിന്നു, അതും ഞാൻ ക്ഷമിച്ചു. ഇനി നീ പെണ്ണ് പിടിക്കാൻ പോലും കൂടി ഞാൻ ക്ഷമിക്കണം അല്ലേടാ? എടാ, നിനക്കൊക്കെ പറ്റിയ സ്ഥലം ഇതല്ല. എന്റെ മോളുടെ കൂടെ ജീവിക്കാനുള്ള അർഹത നിനക്കില്ല. കാരണം നീ അത്രയ്ക്ക് തേർഡ് റേറ്റാ. നീ മിണ്ടിപ്പോരുക. ലക്ഷ്മി, ഞാൻ പറയൂ. എടാ, തറവാട്ടിൽ ജനിക്കണം. അട്ടേ പിടിച്ച് മെത്തേ കിടത്തിയാലും അത് പോകും കുപ്പത്തൊട്ടിയിലേക്ക്. ഇനി എന്റെ മോളും നീയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഇറങ്ങി പോടാ. എനിക്ക് ലക്ഷ്മിയോട് സംസാരിക്കണം. ഒറ്റടിയാ വെച്ചാലും ഉരുത്തം കെട്ടവനെ. നീ എന്താടാ വിചാരിച്ചത്? ഞങ്ങളൊക്കെ വെറും കഴുതകളാണെന്നോ? അച്ഛൻ നിർത്തടാ. ആരാണ് അവന്റെ അച്ഛൻ? ഇറങ്ങി പോടാ പുല്ലേ. ആ ആ. ഉരുത്തം കെട്ടവനെ. ഭാര്യയായിട്ടും പിണങ്ങിയല്ലേ? സസ്പെൻഷൻ ഓർഡർ വന്നിട്ടുണ്ട്. ഇനി എന്താ തന്റെ പരിപാടി? രണ്ടിലൊന്നറിയാതെ ഞാൻ ഇവിടുന്ന് പോകുന്ന പ്രശ്നമില്ല സാർ. വീണ്ടും താൻ മണ്ടത്തരത്തിലേക്കാ പോകുന്നത്. ഒരു പോലീസ് ഓഫീസർക്ക് പവർ ഉള്ളപ്പോഴത്തെ സ്ഥിതിയല്ല അതില്ലാത്തപ്പോ. തനിക്ക് ചുറ്റും ശത്രുക്കളാണ്, അത് താൻ മനസ്സിലാക്കണം. അതെനിക്കറിയാം സാർ. സാർ എനിക്കൊരു ഉപകാരം ചെയ്യണം. എന്റെ സെൽഫ് പ്രൊട്ടക്ഷന് വേണ്ടി എനിക്കൊരു പിസ്റ്റൾ തരണം. നോക്കട്ടെ. ഏതായാലും താൻ തനിയെ ഇവിടെ താമസിക്കുന്ന ഒട്ടും ബുദ്ധിയല്ല. അല്ല സാർ, ദാസപ്പൻ എന്റെ കൂടെ ഉണ്ട്. ലക്ഷ്മിയുടെ അച്ഛനുമായി ഞാൻ സംസാരിക്കണം. വേണ്ട സാർ, നടന്ന സംഭവങ്ങൾക്കെല്ലാം ഞാൻ നിരപരാധിയാണ്. അതെല്ലാം തെളിയുമ്പോ തെളിയട്ടെ. എന്തെങ്കിലും ആവശ്യം വന്നാൽ എന്നെ വിളിക്കാൻ മടിക്കണ്ട. ശരി സാർ. കുടിക്കാൻ അതൊക്കെ പിന്നെ ആവാലോ. ഞാൻ ഇറങ്ങട്ടെ. എടാ മഹാദേവ, പുറത്തേക്ക് വാടാ. നിന്റെ കൂടെ കുടിച്ചാടാ എന്റെ ജോലി പോയത്. പുറത്തേക്ക് വാടാ. എടാ മഹാദേവ, അടിച്ചാൽ ചുരുട്ടിക്കളയൂ. എന്തെല്ലാം ഓഫറായിരിക്കും തന്നത്. സിനിമയില് പാട്ട് പാടിപ്പിക്കാൻ കള്ളൻ നുണയ പന്നി. വെറുതെ അല്ലടാ ആ തങ്കം പോലത്തെ നിന്റെ അമ്മായിയപ്പൻ നിന്നെ അടിച്ച് പുറത്താക്കിയത്. നിനക്കറിയാമോടാ, ഞാൻ ഇന്ന് പട്ടിണിയാടാ. നേരം വെളുത്തിട്ട് വെള്ളം ഒഴിക്കാതെ 4 ലാർജ് അല്ലാതെ പച്ച വെള്ളം ഞാൻ കഴിച്ചിട്ടില്ലടാ. മഹാദേവ, എന്താടാ ഒന്നും മിണ്ടാത്തത്? നിന്റെ അണ്ണാക്കിൽ എന്താണ് റബ്ബർ പാല് ഉരുക്കൊഴിച്ചേക്കണാടാ പന്നി. ആ ശരിക്കട്ടി, ഇവിടെ എന്താ അദ്വൈതാശ്രമം തുടങ്ങാൻ പോണല്ലേ? എവിടെ കയറി ഒളിച്ചിരിക്കണ്ട മഹാദേവ? ജെയിംസ് ബോണ്ടിന്റെ കാസറ്റ് കണ്ട് പഠിക്കേണ്. കേസ് പിടിക്കാൻ അതൊക്കെ ആ പിള്ളേർക്ക് പറഞ്ഞാ പണിയാടോ. എടാ മഹാദേവ, നീ എന്താ പറഞ്ഞ? എടാ മഹാദേവാന്ന്. ഇപ്പൊ സസ്പെൻഷൻ ആയില്ല, ഇനി അതൊക്കെ മതി. നീ അവിടെ ഇരിക്കല്ലെങ്കിൽ വീഴും. അവിടെ ഇരിക്കടാ പുല്ലേ. ഞാൻ എന്നേ വീണു. ഇനി താൻ എന്നെ ഇരുത്താൻ നോക്കണ്ട. ഇവിടെ കിടന്ന് വെള്ളം വെച്ചാൽ പിടിച്ച് പുറത്തേക്കാക്കും. ഇനി എന്ത് പുറത്താവാൻ? ഇവിടെ എനിക്ക് വിശക്കണെന്ന് കേറ്റ് പറയണ്ടേ. വെള്ളം നിന്റെ ആ മച്ചവൻ കൊണ്ടുവന്നു തരുമോ? ഇങ്ങനെ
ബാങ്കിൽ നിന്ന് എടുത്ത ഓർണമെന്റ്സ് നമ്മൾ ആ കിണറ്റിൽ വെച്ചിട്ടുള്ളത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവൻ ആ വീട് വാടകയ്ക്ക് എടുത്തിട്ടുള്ളത്. എങ്കിൽ നമുക്ക് ഉടനെ അതോർത്ത് മാറ്റണം സാർ. ഉടനെ അത് മാറ്റണോ അവനെ ഈ ഭൂമിയിൽ നിന്ന് തന്നെ മാറ്റണോ? CI ആയിരിക്കുമ്പോഴേ അവനെ ഞാൻ തീർത്തേനെ. മിനിസ്റ്ററുടെ ഒറ്റ നിർബന്ധമാ. ജനങ്ങൾക്ക് സെക്യൂരിറ്റി ഇല്ല, ഇപ്പൊ പോലീസിനും സെക്യൂരിറ്റി ഇല്ല എന്ന് പറഞ്ഞ് പ്രതിപക്ഷം പ്രശ്നം ഉണ്ടാക്കും അത്രേ. ഇപ്പൊ അവന് തൊപ്പിയില്ലല്ലോ. ഇനി മിനിസ്റ്ററുടെ പെർമിഷൻ ആവശ്യമില്ല. ആ ഇവിടെ ഇപ്പൊ വരാം. ഈ താക്കോന്ന് കൊടുത്താ മതി. സോറി ഡോക്ടർ. ഇറ്റ്സ് ഓക്കേ. ഇതിന്റെ ഡോക്ടർ വില്യംസ് ഇവിടെ? ഡോക്ടർ വില്യംസ് റാണിയുമായി വളരെ ക്ലോസ് അല്ലേ? കുറച്ചു നാളെ അവരൊന്നിച്ച താമസം. റാണിയെ ഡോക്ടർ വില്യംസ് കെട്ടുമെന്നാണ് റാണിയുടെ വിശ്വാസം. എനിക്ക് തോന്നുന്നില്ല. അതെന്താ? അയാൾ ഒരു വൃത്തികെട്ടവനാ. ജോസിന് എനിക്കൊന്ന് ഫോൺ ചെയ്യാമായിരുന്നില്ലേ? ഞാൻ ഡോക്ടറെ വിളിച്ചിരുന്നു, പക്ഷെ ഫോൺ ആരും എടുത്തില്ല. എനിക്ക് ട്രെയിനിന് സമയമായതുകൊണ്ട് മഹാദേവൻ സാറിനെ അറിയിക്കാൻ ഞാനാ ദാസപ്പനോട് പറഞ്ഞത്. ഈശ്വരാ, എന്തൊക്കെയാ നടന്നത്? മഹാദേവൻ സാറിനോട് സംസാരിച്ച പോരെ? മായേട്ടന് എന്നോട് ഇപ്പോഴും ദേഷ്യം കാണില്ല, പക്ഷെ അച്ഛൻ വിശ്വസിക്കില്ല.